Hello, we will talk about pneumococci pathogenesis അല്ലെങ്കിൽ pathogenic mechanism നെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. pneumococci നമുക്ക് ഡേറ്റ ആയിട്ട് നോക്കാം. ഈ pneumococci pathogenic mechanism എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഡിസീസസ് കോസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് വേസിലാണ് നമുക്ക് മൂന്ന് സ്റ്റേജസ് ആയിട്ടാണ് നമുക്ക് ഡിസീസ് കോസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ colonization and invasion, second one is the tissue destruction, the third one is the avoidance of opsonization and phagocytosis. ഇങ്ങനെ മൂന്ന് ഡിഫറെന്റ് സ്റ്റേജിലായിട്ടാണ് നമുക്ക് pneumococci diseases കിട്ടുന്നത്. നമുക്ക് ഇതിനെ പറ്റി ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ colonization and invasion. ഓക്കെ, ഇതിൽ colonization വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയായിരിക്കും? നമ്മുടെ ഓറോഫാരിങ്സിലായിരിക്കും മെയിൻ ആയിട്ട് ഇതിന്റെ colonization നടക്കുന്നത്. എങ്ങനെയായിരിക്കും ഓറോഫാരിങ്സിലെ colonization നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാരിങ്സിന്റെ അകത്തുള്ള എപ്പിത്തീലിയൽ സെൽസിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ ഒരു ഓർഗാനിസം അഡിഹർ ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഒരു അഡിഹേഷന് വേണ്ടി മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ pneumococci കണ്ടുവരുന്ന ന്യൂറാമിനിഡേസ് എന്ന് പറഞ്ഞ ഒരു സ്പൈക്സ് ഉണ്ട്. ന്യൂറാമിനിഡേസും അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ അഡ്ഹസൻസ് എന്ന് പറഞ്ഞ പ്രോട്ടീൻസും ഉണ്ട്. ഈ ന്യൂറാമിനിഡേസും അതുപോലെ തന്നെ അഡ്ഹസൻസും വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഈ pneumococci എന്ന് പറഞ്ഞ ഓർഗാനിസം നമ്മുടെ ഓറോഫാരിങ്സിലുള്ള എപ്പിത്തീലിയൽ സെൽസിന്റെ മുകളിലേക്ക് അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ അഡ്ഹറൻസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അത് കൂടാണ്ട് ഇതിന് എന്തും കൂടി പ്രൊഡക്ഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ റിവേഴ്സ് ഫാക്ടേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിന് സെക്രട്ടറി IgA പ്രോട്ടിയേസ് എന്ന് പറഞ്ഞ എൻസൈമിന്റെ പ്രൊഡക്ഷൻ ഉണ്ട്. ഈ സെക്രട്ടറി IgA പ്രോട്ടിയേസിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ സെക്രട്ടറി IgA എന്ത് ചെയ്യുന്നു? ഡിസ്ട്രക്ഷൻ നടക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് എന്താണ്? നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനകത്തുള്ള സെക്രട്ടറി IgA എന്ത് ചെയ്യുന്നു? ഈ സെക്രട്ടറി IgA പ്രോട്ടിയേസ് എന്ന് പറഞ്ഞ എൻസൈം ക്ലീവ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ നടക്കും. അതോടുകൂടി എന്തുണ്ടാവും? നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിന്റെ അകത്ത് ഈ ഒരു pneumococci കോളനൈസേഷൻ ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ വന്നു. ആരും ഒരു ഓപ്പോസിഷൻ അവിടെ നടക്കുന്നുണ്ട്. ദെൻ അത് കൂടാണ്ട് ഈ ഒരു ഓർഗാനിസം എന്തിന്റെ ലിബറേഷൻ കൂടി ഉണ്ട്? ന്യൂമോലൈസിന്റെ ലിബറേഷൻ കൂടി ഉണ്ട്. ഈ ന്യൂമോലൈസിന്റെ ലിബറേഷൻ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ എപ്പിത്തീലിയൽ സെൽസിന്റെ നമ്മുടെ എപ്പിത്തീലിയൽ സെൽസിന്റെ ഫാഗോസൈറ്റിക് സെൽസിന്റെ ഒക്കെ ആക്ടിവിറ്റി അങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ ചെയ്യുന്നത്. അതായത് സീലിയേറ്റ് നമ്മുടെ എപ്പിത്തീലിയൽ സെൽസിന്റെ സീലിയറി ഫംഗ്ഷനും അതുപോലെ തന്നെ ഫാഗോസൈറ്റിക് സെൽസിന്റെ ആക്ടിവിറ്റിയും ആ ഒരു ഡിസ്ട്രക്ഷൻ നടക്കുന്നു. ന്യൂമോലൈസിൻ അങ്ങ് കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ എപ്പിത്തീലിയൽ സെൽസിന്റെ മുകളിലുള്ള മ്യൂക്കോസീലിയറി ക്ലിയറൻസ് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു? അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ദെൻ അതോടുകൂടി നമുക്ക് എന്തിന്റെ ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസസ് ഇവിടെ കൂടുകയാണ് ചെയ്യുന്നത്. The second stage is the tissue destruction. ഈ ടിഷ്യൂ ഡിസ്ട്രക്ഷൻ വേണ്ടിയിട്ട് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അതിന് മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽ വാൾ തീക്കോയിക് ആസിഡ് ഉണ്ട്, പെപ്റ്റിഡോഗ്ലൈക്കൻ ആൻഡ് ഫോസ്ഫോറിലൈൽ കൊളൈൻ. ഈ മൂന്ന് സബ്സ്റ്റൻസസ് വെച്ചിട്ടാണ് മെയിൻ ആയിട്ട് ടിഷ്യൂ ഡിസ്ട്രക്ഷൻ നടക്കുന്നത്. ഈ മൂന്ന് സബ്സ്റ്റൻസസ് കൂടാതെ ഈ ഓർഗാനിസം pneumococci എന്ന് പറഞ്ഞ ഓർഗാനിസം എന്തിന്റെ പ്രൊഡക്ഷൻ കൂടി എൻഹാൻസ് ചെയ്യുന്നുണ്ട്? ഇതേ ഓൾസോ പ്രൊഡ്യൂസ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഈ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ പ്രൊഡക്ഷൻ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ സെൽസിന് ഡിസ്ട്രക്ഷൻ നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇവിടെ നമുക്ക് ആക്ച്വൽ മെക്കാനിസം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെപ്റ്റിഡോഗ്ലൈക്കനും തീക്കോയിക് ആസിഡ് കോംപ്ലക്സും എന്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു? നമ്മുടെ കോംപ്ലിമെന്റ് പാത്വേനെ എന്ത് ചെയ്യുന്നു? ആക്ടിവേറ്റ് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അതുകൂടാണ്ട് എന്ത് സംഭവിക്കുന്നു? ആക്ടിവേറ്റ് ദ കോംപ്ലിമെന്റ് പാത്വേ. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ കോംപ്ലിമെന്റ് പാത്വേ നടക്കുന്നു. ദെൻ അതിന്റെ ഫലമായിട്ട് എന്തിന്റെ ആക്ടിവേഷൻ നടക്കുന്നു? നമ്മുടെ ഇൻഫ്ലമേറ്ററി സെൽസ് ആ ഒരു സൈറ്റ് ഓഫ് ഇൻഫെക്ഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇവിടെ ഇപ്പൊ ഇൻഫെക്ഷൻ വന്നു എന്ന് വിചാരിക്കാം. ഇതിനെന്ത് സംഭവിക്കുന്നു? ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നു. ദെൻ പെപ്റ്റിഡോഗ്ലൈക്കനും തീക്കോയിക് ആസിഡ് കോംപ്ലക്സ് ഒക്കെ ജോയിൻ ചെയ്തിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നു? ഒരു കോംപ്ലിമെന്റ് പാത്വേനെ ആക്ടിവേറ്റ് ചെയ്തു. ദെൻ അവിടെ എന്ത് ഇനീഷ്യേഷൻ ചെയ്തു? ഒരു ഇൻഫെക്ഷൻ എന്നുള്ള രീതിയിലേക്ക് ഇനീഷ്യേഷൻ ചെയ്തു. ദെൻ ബാക്കിയുള്ള ഇൻഫ്ലമേറ്ററി സെൽസ് എങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നു? നമ്മുടെ ഏത് ഏരിയയിലാണോ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ ഏരിയയിലേക്ക് ബാക്കിയുള്ള നമ്മുടെ ഇൻഫ്ലമേറ്ററി സെൽസ് അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ അങ്ങനെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്തിരുന്ന ല്യൂക്കോസൈറ്റ്സിന്റെ എന്തിന്റെ പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യും? സൈറ്റോകൈന്റെ പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യും. സൈറ്റോകൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വൈഡ് വെറൈറ്റീസ് ഓഫ് സൈറ്റോകൈൻസ് ഉണ്ട്. ഇവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർലോക്കിൻ 1 അതുപോലെ തന്നെ ട്യൂമർ നെക്രോട്ടിക് ഫാക്ടർ ആൽഫ TNF ആൽഫയുടെ സെക്രീഷൻ അവിടെ നടക്കും. ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? ഇത് ബാക്കിയുള്ള വൈഡ് വെറൈറ്റീസ് ഓഫ് ഇൻഫ്ലമേറ്ററി സെൽസിനെ ആ ഒരു ഇൻഫെക്ഷൻ സൈറ്റിലേക്ക് അട്രാക്ട് ചെയ്യും. ദെൻ അതിന്റെ ഫലമായിട്ട് ആ ഒരു ഇൻഫെക്റ്റഡ് സൈറ്റിൽ ടിഷ്യൂ ഡാമേജും ഫീവറും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതാണ് മെയിൻ ന്യൂമോണിയയുടെ മാനിഫെസ്റ്റേഷൻസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. പിന്നെ വരുന്നതാണ് ഫോസ്ഫോറൈൽ കൊളൈൻ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസസ് ഉണ്ട് ബാക്ടീരിയ സെൽസിന്റെ മുകളിൽ. ഈ ഫോസ്ഫോറൈൽ കൊളൈൻ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസസ് നമ്മുടെ അല്ലെങ്കിൽ ഹോസ്റ്റിന്റെ എൻഡോത്തീലിയൽ സെൽസിന്റെ മുകളിലുള്ള ഫോസ്ഫോ ഡൈഎസ്ട്രേസ് ആക്ടിവേറ്റിംഗ് ഫാക്ടർ ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് എന്തിനെ എൻഹാൻസ് ചെയ്ത് വെക്കും? ആ ഒരു കോക്കയ്ക്ക് നമ്മുടെ സെൽസിന്റെ മുകളിലേക്കുള്ള അറ്റാച്ച്മെന്റിനും അതുപോലെ തന്നെ എൻറ്റർ ചെയ്യാനുള്ള നല്ല രീതിയിലുള്ള റൂട്ട് അവിടെ ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. The next one is the third one is the awareness of opsonization and phagocytosis.
നമുക്കറിയാം എന്തുണ്ട് ന്യൂമോകോക്കയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാപ്സൂൾ ഉണ്ട്. ഈ ക്യാപ്സൂളിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ആന്റി ഫാഗോസൈറ്റിക് ആക്ടിവിറ്റി ആണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? ഈ ഒരു ഫാഗോസൈറ്റിക് സെൽസിന്റെ അകത്തുനിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഒപ്സോണൈസേഷൻ അകത്ത് നോക്കാം ഈ നല്ല രീതിയിൽ നമ്മുടെ ന്യൂമോകോക്ക എന്ത് ചെയ്യുന്നത്? എസ്കേപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അത് കൂടാണ്ട് എന്തിന്റെ പ്രൊഡക്ഷൻ കൂടി ഉണ്ടാവും അവിടെ? ന്യൂമോകോക്കയ്ക്ക് ന്യൂമോലൈസിൻ എന്ന് പറയുന്ന ഒരു എൻസൈംസിന്റെ പ്രൊഡക്ഷൻ കൂടി നടക്കുന്നുണ്ട്. ഈ ന്യൂമോലൈസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വിർലന്റ് ഫാക്ടേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ന്യൂമോലൈസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഏബിൾ ടു ഇൻഹിബിറ്റ് ഫാഗോസൈറ്റിക് സെൽസ്. അങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിഡേറ്റീവ് കില്ലിംഗ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർസെല്ലുലർ കില്ലിംഗ് ഉണ്ട്. അതിനകത്ത് ഓക്സിഡേറ്റീവ് കില്ലിങ്ങിനെ ആര് പ്രിവെന്റ് ചെയ്യും? ന്യൂമോലൈസിൻ എന്ന് പറഞ്ഞ എൻസൈംസ് പ്രിവെന്റ് ചെയ്യും. അങ്ങനെ നെറ്റ് എഫക്ട് എന്തായിരിക്കും? ഈ ന്യൂമോലൈസിൻ ഓൾസോ ഇൻഹിബിറ്റ് ആന്റി ഫാഗോസൈറ്റിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ഓൾസോ ഇൻഹിബിറ്റ് ഫാഗോസൈറ്റോസിസ്. ഇതാണ് നമ്മുടെ ഓവറോൾ ഡയഗ്രം എന്ന് പറഞ്ഞിട്ട്. ദാറ്റ് ഈസ് കോളനൈസേഷൻ ഓഫ് സ്ട്രെപ് ന്യൂമോണിയ മെയിൻ ആയിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂക്കസിലും പിന്നെ അതുപോലെ തന്നെ നേസൽ എപ്പിത്തീലിയൽ സെൽസിലൊക്കെയാണ് നടക്കുന്നത്. ദെൻ അവിടെ നിന്ന് ട്രാൻസ്മിഷൻ നടക്കുന്നു. ദെൻ ഷെഡ് ചെയ്തിട്ട് നേരെ ഇൻവേഡ് ചെയ്ത് പോകുന്ന എങ്ങോട്ടേക്ക് ഒന്നെങ്കിൽ ലോക്കൽ സ്പ്രെഡ് ആണെങ്കിൽ ഓട്ടൈറ്റിസ് മീഡിയ, ദെൻ ബ്ലഡ് വഴി ആണെങ്കിൽ ബാക്ടീരിയമ ആൻഡ് ഏബിൾ ടു കോസ് മെനിഞ്ചൈറ്റിസ്. ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്തിട്ട് മെനിഞ്ചൈറ്റിസ് കോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദെൻ ആസ്പിറേഷൻ ആണെങ്കിൽ എന്തായിരിക്കും? നേരെ ലങ്സ് പോയിട്ട് ന്യൂമോണിയ എന്നുള്ള കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Then നമുക്കൊരു എയർബോൺ ഡ്രോപ്ലെറ്റ്സ് വഴി നമുക്കൊരു ഇൻഫെക്ഷൻ വരികയാണ്. ദാറ്റ് ഈസ് നാസോഫാരിഞ്ചൽ കാരിയേജ് വഴി നമുക്ക് ഇൻഫെക്ഷൻ വരുന്നു. ഇതിനെന്ത് ചെയ്യുന്നു? ഒന്നെങ്കിൽ അവിടെ നിന്ന് നേരെ ലോക്കൽ സ്പ്രെഡ് ആണെങ്കിൽ നേരെ മിഡിൽ ഇയറിലേക്ക് പോയിട്ട് ഓട്ടൈറ്റിസ് മീഡിയ എന്നുള്ള രീതിയിലേക്ക് എത്താം. വേണമെങ്കിൽ ഈ ഓട്ടൈറ്റിസ് മീഡിയയിൽ നിന്ന് വേണമെങ്കിൽ എങ്ങോട്ടേക്ക് കയറാം? നമ്മുടെ സെൻട്രൽ നർവസ് സിസ്റ്റത്തിലേക്ക് ഇൻഫെക്ഷൻ കയറിയിട്ട് മെനിഞ്ചൈറ്റിസ് എന്നുള്ള രീതിയിലേക്ക് വരാം. ഓക്കെ. ദെൻ വീണ്ടും നാസോഫാരിഞ്ചൽ കാരിയേജ് വന്നതിന് ശേഷം ഒന്നുകിൽ എന്ത് ചെയ്യാം? ആസ്പിറേഷൻ വെച്ചിട്ട് ന്യൂമോണിയ ലങ്കാലുകളിലേക്ക് എത്തിയിട്ട് ന്യൂമോണിയ കോസ് ചെയ്യാം. ദാറ്റ് മേ ബി എന്ത് ചെയ്യാം? പ്ലൂറയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ എംപൈമ എന്നുള്ള കണ്ടീഷനിലേക്ക് എത്തും. ദെൻ പെരികാർഡിയത്തിലാണെങ്കിലും എംപൈമ എന്നുള്ള കണ്ടീഷനിലേക്ക് എത്തും. ഓക്കെ. ദെൻ ഇതും വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഓക്കെ, ഇത് അവിടെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഇസ് വീണ്ടും എന്താണ്? എയർബോൺ ഡ്രോപ്ലെറ്റ്സ് വെച്ച് നാസോഫാരിഞ്ചൽ കാരിയേജ് വരുന്നു. വേണമെങ്കിൽ എങ്ങോട്ടേക്ക് നേരിട്ട് എങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യാം? ബ്ലഡിലേക്ക് എൻ്റർ ചെയ്യാം. ബ്ലഡിലേക്ക് എൻ്റർ ചെയ്തതിനു ശേഷം വേണമെങ്കിൽ എന്ത് ലീഡ് ചെയ്യാം? സെപ്റ്റിസീമിയ എന്നുള്ള കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യാം. ഓക്കെ. ഈ സെപ്റ്റിസീമിയ എത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് ബ്ലഡിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാക്ടീരിയ അല്ലെങ്കിൽ സെപ്റ്റിസീമിയ കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ബ്ലഡ് എങ്ങോട്ടൊക്കെ പോകുന്നു ആ എല്ലാ ഏരിയയിലേക്ക് ഇൻഫെക്ഷൻ വരാം. ദാറ്റ് ഈസ് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്തിട്ട് വേണമെങ്കിൽ മെനിഞ്ചൈറ്റിസിലേക്ക് മെനിഞ്ചസ് കയറിയിട്ട് സെൻട്രൽ നർവസ് സിസ്റ്റത്തിൽ കയറിയിട്ട് മെനിഞ്ചൈറ്റിസ് എന്നുള്ള ഇൻഫെക്ഷൻ ലോഡ് ചെയ്യാം. ദെൻ ജോയിന്റ്സ് കയറിയിട്ട് ആർത്രൈറ്റിസ് ലീഡ് ചെയ്യാം. ദെൻ പെരിറ്റോണിയത്തില് പെരിറ്റോണൈറ്റിസ് എന്ന് പറഞ്ഞ ഇൻഫെക്ഷൻ വേണമെങ്കിൽ കോസ് ചെയ്യാം. ഇങ്ങനെ വൈഡ് വെറൈറ്റീസ് ഓഫ് ഇൻഫെക്ഷൻ ബ്ലഡിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഇത് എമർജ് ചെയ്യാം. ഇത് സ്ട്രെപ് ന്യൂമോണിയാണ്. മ്യൂക്കസ് മെമ്പറൈൻ നേസൽ എപ്പിത്തീലിയൽ സെൽസിന്റെ മുകളിലെ മ്യൂക്കസ് മെമ്പറിലെ കോളനൈസേഷൻ ആണ് നടക്കുന്നത്. എന്താണ് നമുക്ക് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെഡിങ് വഴി നേസൽ സെക്രീഷൻസ് വഴിയാണ് മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻ വരുന്നത്. ദെൻ ഇൻവേഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? അല്ലെങ്കിൽ ആസ്പിറേഷൻ ആണെങ്കിൽ ന്യൂമോണിയയിലേക്ക്, ദെൻ ബാക്ടീരിയയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മെനിഞ്ചൈറ്റിസിലേക്ക് എത്താൻ ചാൻസസ് കൂടുതലാണ്. ലോക്കൽ സ്പ്രെഡ് ആണെങ്കിൽ ഓട്ടൈറ്റിസ് മീഡിയ എന്നുള്ള രീതിയിൽ മിഡിൽ ഇയർ ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇവിടെ നോക്കാം, ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യുന്നുണ്ട്. ദെൻ എന്ത് ചെയ്യുന്നു? ബ്രെയിനിലെത്തിയിട്ട് മെനിഞ്ചൈറ്റിസ് എന്നുള്ള കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യാം. ഓക്കെ. ബ്ലഡിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ലങ്സിൽ എത്താം. വേണമെങ്കിൽ ആസ്പിറേഷൻ വഴി വേണമെങ്കിൽ നേരിട്ട് ലങ്സിലേക്ക് എത്താം. ദെൻ ബാക്ടീരിയ വഴി ഹാർട്ടിലേക്ക് ഇൻഫെക്ഷൻ കിട്ടിയതിനു ശേഷം ബ്ലഡ് എല്ലാ സ്ഥലത്തേക്ക് എൻ്റർ ചെയ്യുന്ന അവിടെ എല്ലാ ഏരിയയിലും എന്ത് ചെയ്യാം? നമുക്ക് ഇൻഫെക്ഷൻ എന്നുള്ള രീതിയിലേക്ക് എമർജ് ചെയ്യാം. ഈ ന്യൂമോകോക്കൽ ഡിസീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ രണ്ട് ടൈപ്പ് ഓഫ് ഡിസീസസ് ആണ്. ഫസ്റ്റ് വൺ ഇസ് ദ ഇൻവേസീവ് ആൻഡ് നോൺ ഇൻവേസീവ് ടൈപ്പ് ഓഫ് ഡിസീസസ് ആണ് കണ്ടുവരുന്നത്. ഇൻവേസീവ് ടൈപ്പിന് എക്സാമ്പിൾ ആണ് മെനിഞ്ചൈറ്റിസും ബാക്ടീരിയയും. ചെറിയൊരു പെർസെന്റേജ് ഓഫ് ന്യൂമോണിയ വരുന്നുണ്ട്. ദെൻ നോൺ ഇൻവേസീവിന് എക്സാമ്പിൾ ആണ് സൈനസൈറ്റിസും അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയയും ന്യൂമോണിയയും. ഇതാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഡിസീസസിന്റെ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. then ഇതിന്റെ ക്ലിനിക്കൽ സിൻഡ്രോംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് 5 different types of clinical syndromes ആണ് കോസ് ചെയ്യുന്നത്. predominant one is the pneumonia, then second one is the meningitis, then sinusitis, otitis media and bacteremia and relatively other minor infections എന്നുള്ള രീതിയിൽ മെയിൻ ആയിട്ട് ക്ലിനിക്കൽ സിൻഡ്രോംസ് വരുന്നത്. ഇതിനകത്ത് predominant one എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂമോണിയ ആണ് ഇതിന്റെ predominant one എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾക്കറിയാം ലങ് ഇൻഫെക്ഷൻസ് ആണെന്നുള്ള അറിയാം അല്ലെ. ഇതിനകത്ത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയൽ ന്യൂമോണിയ കോസ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് എന്താണ്? സ്ട്രെപ് ന്യൂമോണിയ ആണ് മെയിൻ ആയിട്ട് ബാക്ടീരിയൽ ന്യൂമോണിയ കോസ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എന്തായിരിക്കാം? ലോബാർ ന്യൂമോണിയ ആയിരിക്കും, അല്ലെങ്കിൽ ബ്രോങ്കോ ന്യൂമോണിയ ആയിരിക്കാം. ഈ ന്യൂമോണിയ എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിസം നമ്മുടെ ബോഡിയിലേക്ക് നമ്മുടെ ലങ്സിലേക്ക് എൻ്റർ ചെയ്ത് ലങ് ആൽവിയോളെ എത്തിക്കഴിഞ്ഞു. ലങ് ആൽവിയോളയിൽ മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം മാത്രമേ ഉള്ളൂ ഇത് ന്യൂമോണിയ എന്നുള്ള കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യത്തുള്ളൂ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെപ് ന്യൂമോണിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏജ് എക്സ്ട്രീം ഓഫ് ഏജ്, അതായത് ഒന്നുകിൽ ഓൾഡ് ഏജിൽ വരാം, അല്ലെങ്കിൽ ചിൽഡ്രൻസിൽ വരാം,
ചില കേസിൽ എൽഡർലി വരുന്നുണ്ട്. ഈ എൽഡർലി വരുന്ന ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് ബ്രോങ്കോ ന്യൂമോണിയ ഉള്ള പേഷ്യൻസിലാണ് മെയിൻ ആയിട്ട് എൽഡർലി കണ്ടുവരുന്നത്. അതല്ലാണ്ട് ബാക്കിയുള്ള ഓൾഡ് ഏജിലും പിന്നെ അതുപോലെ തന്നെ ചിൽഡ്രൻസിലുമാണ് മെയിൻ ആയിട്ട് ന്യൂമോണിയ എന്നുള്ള രീതിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ചിൽഡ്രൻസിന് ഏറ്റവും കൂടുതൽ കോസ് ചെയ്യുന്ന ന്യൂമോണിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെപ്പ് ന്യൂമോണിയയുടെ ഇൻഫെക്ഷൻ ആയിരിക്കും. ദെൻ മെനിഞ്ചൈറ്റിസ്, pneumococcal meningitis എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പയോജനിക് മെനിഞ്ചൈറ്റിസ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. ഇത് മെയിൻ ആയിട്ട് എന്താണ് ഓൾ ഏജ് പീപ്പിൾസിന് വരാം. ഇത് മെയിൻ കോസ് എന്ത് ചെയ്യണം, ഓർഗാനിസം ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് വരത്തുള്ളൂ, മെനിഞ്ചൈറ്റിസ് എന്നുള്ള രീതിയിൽ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ന്യൂമോകോക്കൽ മെനിഞ്ചൈറ്റിസ് ഓൾവേസ് എന്തായിരിക്കും സെക്കൻഡറി ഇൻഫെക്ഷൻസ് എന്നുള്ള രീതിയിലാണ് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത്. ദാറ്റ് ഈസ് സെക്കൻഡറി ടു ഇൻഫെക്ഷൻസ് ഓഫ് ന്യൂമോണിയ, ബാക്ടീരിയ എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഇയർ ആൻഡ് സൈനസൈറ്റിസ്. അതായത് പ്രൈമറി ഇൻഫെക്ഷൻ ആയിട്ട് കോസ് ചെയ്യുന്നില്ല, മെയിൻ ആയിട്ട് സെക്കൻഡറി ഇൻഫെക്ഷൻ എന്നുള്ള രീതിയിലാണ് മെയിൻ ആയിട്ട് നമ്മുടെ ന്യൂമോകോക്കൽ മെനിഞ്ചൈറ്റിസ് എന്നുള്ള രീതിയിൽ വരുന്നത്. ഇത് എൻ്റർ ചെയ്യണമെന്ന് നമുക്ക് മെനിഞ്ചൈറ്റിസ് കോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് എന്ത് വേണം, ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നാസോഫാരിങ്സിൽ നേരിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് ഇൻഫെക്ഷൻ എത്തത്തുള്ളൂ. ന്യൂമോകോക്കൽ ഇതിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെത്ത് റേറ്റ് എന്തായിരിക്കും, അഡൽട്ടിലും ചിൽഡ്രൻസിലും വളരെ കൂടുതലായിട്ടാണ് ഈ ന്യൂമോകോക്കൽ മെനിഞ്ചൈറ്റിസിന്റെ മോർട്ടാലിറ്റി റേറ്റ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന് എന്തും കൂടി ഉണ്ടാവും, ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസും കൂടുതലായിരിക്കും കമ്പയർ ടു ദാറ്റ് ഓഫ് അതർ ടൈപ്പ് ഓഫ് മെനിഞ്ചൈറ്റിസ് എന്നുള്ള രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആന്റിബാക്ടീരിയൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഡെത്ത് റേറ്റ് എന്താണ് 25% ആണ് ഡെത്ത് റേറ്റ് വരുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. Then next one is the sinusitis and otitis media. Sinusitis and ഇതെന്ന് പറയുന്നത് sinusitis otitis media വരണമെന്നുണ്ടെങ്കിൽ പ്രയർ ഇൻഫെക്ഷൻ, ഒരു വൈറൽ ഇൻഫെക്ഷൻ നടക്കണം. അതായത് പണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ട് നമ്മുടെ മ്യൂക്കോസൽ ഇമ്മ്യൂണിറ്റി ലോവേഴ്സ് ചെയ്തതിനു ശേഷം ആര് വേണമെങ്കിൽ ഇൻഫെക്ഷൻ വരാം, നമ്മുടെ സ്ട്രെപ്പ് ന്യൂമോണിയ വേണമെങ്കിൽ ഇൻഫെക്ഷൻ തരാം. ഓക്കെ, അല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും പ്രൈമറി ആയിട്ട് വരുന്നില്ല. എപ്പോഴാണോ നമുക്കൊരു വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ട് നമ്മുടെ മ്യൂക്കോസൽ ഇമ്മ്യൂണിറ്റി ലോവേഡ് ആവുന്ന കണ്ടീഷൻ, ആ സമയത്ത് നമുക്ക് ന്യൂമോകോക്കൽ ഇൻഫെക്ഷൻ വേണമെങ്കിൽ വരാം. ഇത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ഏജ് ഇൻഡിവിജ്വൽസിനാണ് വരുന്നത് ഇത് സൈനസൈറ്റിസ്. അതേസമയത്ത് ഊട്ടൈറ്റിസ് മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യങ് ചിൽഡ്രൻസിൽ മാത്രമാണ് ഊട്ടൈറ്റിസ് മീഡിയ കണ്ടുവരുന്നത്. ഇതിൽ തന്നെ ഊട്ടൈറ്റിസ് മീഡിയ മെയിൻ ആയിട്ട് കണ്ടുവരുന്ന എല്ലാ കേസിലും ഒരു 40% ഓഫ് ഊട്ടൈറ്റിസ് മീഡിയ മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത് സ്ട്രെപ്പ് ന്യൂമോണിയ ആണ് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ദ ബാക്ടീരിയമ എന്നുള്ള കണ്ടീഷൻ ആണ്. ഇത് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിൽഡ്രൻസിനാണ് കമ്പയർ ടു ദാറ്റ് ഓഫ് അഡൾട്ട്സ്. മെയിൻ ആയിട്ട് ചിൽഡ്രൻസിനാണ് കണ്ടുവരുന്നത്. ഇതിന്റെ അത് നമ്മൾ തിയററ്റിക്കലി പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2/3 ഓഫ് പേഷ്യൻസ് വിത്ത് മെനിഞ്ചൈറ്റിസിൽ ബാക്ടീരിയമ കണ്ടുവരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1/4 ഓഫ് പേഷ്യൻസ് വിത്ത് ന്യൂമോകോക്കൽ ന്യൂമോണിയയിലും എന്ത് കണ്ടുവരുന്നുണ്ട്, ബാക്ടീരിയമ കണ്ടുവരുന്നുണ്ട്. അതേസമയത്ത് സൈനസൈറ്റിസും അതുപോലെ തന്നെ ഓട്ടൈറ്റിസ് മീഡിയ ഉള്ള പേഷ്യൻസിനും എന്തുണ്ടാവുന്നില്ല, ബാക്ടീരിയമ എന്നുള്ള കണ്ടീഷനിലേക്ക് എത്തുന്നില്ല. അതർ ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റിലേറ്റീവ്ലി മൈനർ ഇൻഫെക്ഷൻസ് ആയിരിക്കും. അതായത് സ്ട്രെപ്പ് ന്യൂമോണിയ കോസ് ചെയ്യുന്ന മൈനർ ഇൻഫെക്ഷൻസ് എന്നുള്ള രീതിയിലാണ്. ദാറ്റ് ഈസ് മെയിൻ ആയിട്ട് വരുന്നത് ബാക്ടീരിയൽ പെരിറ്റോണൈറ്റിസ് വരാം, പോസ്റ്റ് സ്പ്ലീനെക്ടമി സെപ്സിസ്, endocarditis associated with the rapid destruction of heart valves. അതായത് endocarditis ഉണ്ടാവാം. then bone and joint infection, ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ ഒരു കോംപ്ലിക്കേഷൻസ് എന്നുള്ള രീതിയിലാണ് ബോൺ ആൻഡ് ജോയിന്റ് ഇൻഫെക്ഷൻ വരുന്നത്. then മയോസൈറ്റിസ്, ബ്രെയിൻ ആൻഡ് എപ്പിഡെർമൽ ആബ്സിസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ സെക്കൻഡറി അല്ലെങ്കിൽ മൈനർ ഇൻഫെക്ഷൻസ് എന്നുള്ള രീതിയിൽ വരുന്നത്. ഇത്രയാണ് നമ്മുടെ ന്യൂമോകോക്കയുടെ പാത്തജൻസിസ് ആൻഡ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്നുള്ള ക്ലാസ്സിൽ വരുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.